ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെയായിട്ടിരിക്കുന്നു കേട്ടോ. നാട്ടിൽ നല്ല മഴയാണെന്നറിയാം. അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് ഞങ്ങൾക്കും ഇവിടെ ഇടയ്ക്ക് മഴ കിട്ടാറുണ്ട്. അത്ര ശക്തിയായിട്ടുള്ള മഴയല്ല, എന്നാലും പെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. അല്ലാണ്ട് നമ്മൾ നാട്ടിൽ പോയതും ഇവിടെ പുറത്ത് പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആഴ്ച രണ്ട് പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ എന്നാ പറയണ്ടേ, സഹായിക്കാൻ പറ്റുന്ന മനസ്സുള്ളവരൊക്കെ സഹായിക്കുക. എന്താ കാര്യമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം അവതരിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന 2 വ്യക്തികളാണ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന 2 വ്യക്തികളാണ് ലേഖ ചേച്ചിയും അമ്പുവേട്ടനും. ഞാനിവരെ അറിയാൻ തുടങ്ങിയത് ഏകദേശം ഒരു 4 മാസം മുന്നെയാണ് കേട്ടോ. ഇവിടെ വീഡിയോസും റീൽസും ഒക്കെ കാണാൻ തുടങ്ങിയത്. ഇപ്പം ലേഖ ചേച്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ചേച്ചി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. 4th സ്റ്റേജിലായിരുന്നു ചേച്ചി. ക്യാൻസർ എന്ന് അറിയുന്നത് 4th സ്റ്റേജിലാണ്. ആ 4th സ്റ്റേജിൽ നിന്ന് ചേച്ചി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എന്നാ പറയണ്ടേ, സ്നേഹം കൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ച വ്യക്തിയാണ് ലേഖ ചേച്ചി. അപ്പം അത് എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവരുടെ അടുത്തോട്ടും കൂടി എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്തത്. അപ്പം ഞാൻ ചേച്ചി, അതായത് ഒരു 4 മാസം മുന്നേ അറിഞ്ഞ ആ ഒരു സമയം തൊട്ട് ഇന്ന് രാവിലെ വരെ ചേച്ചിയുടെ എല്ലാ അപ്ഡേറ്റ്സും കാണാറുണ്ടായിരുന്നു കേട്ടോ. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്പുവേട്ടൻ ഞാനിപ്പം ആ ഒരു കുടുംബത്തെ അംഗമായി പോലെയാണ്. നമ്മൾ ഓരോരുത്തരും ആ കുടുംബത്തിൽ അംഗമായ പോലെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അംഗമായി പോകും ആ ഒരു കുടുംബത്തിൽ. അപ്പോൾ നമുക്കും നമ്മുടെ വായിൽ, ഇപ്പം എൻ്റെ വായിൽ അമ്പുവേട്ടൻ എന്നാണ് കേട്ടോ വരുന്നത്. ലേഖ ചേച്ചി ചേട്ടനെ വിളിക്കുന്ന അമ്പുവേട്ടൻ എന്നാണ്. അപ്പം ചേച്ചിയുടെ ഓരോ വീഡിയോസിലും എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ, ചേച്ചി ഇങ്ങനെ ഇപ്പം മിക്കവാറും ചേച്ചി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ അടുത്ത് അമ്പുവേട്ടനുണ്ടാവും. അപ്പോൾ ചേച്ചി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ സംസാരിക്കും കേട്ടോ. ഇങ്ങനെ പറയും, അല്ലേ അമ്പുവേട്ടാ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലേ അമ്പുവേട്ടാ, ആ ഒരു ടോണിലൊരു ചോദ്യം ഇട്ടു കേട്ടോ അമ്പുവേട്ടൻ്റെ അടുത്ത്. അപ്പം നമ്മളത് ഓട്ടോമാറ്റിക്കലി കേട്ടിട്ട് നമ്മുടെ വായിലും അങ്ങനെ അമ്പുവേട്ടൻ തന്നെ ആയിപ്പോകും കേട്ടോ. ആ ഒരു ചോദ്യവും ആ ചേച്ചി ചേട്ടന് കൊടുക്കുന്ന റെസ്പെക്റ്റും, എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് പറയുന്നൊരു പ്രകൃതവും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല അടിപൊളി ഒരു ജോഡിയാണ് കേട്ടോ ഇവർ തമ്മിൽ. അങ്ങനെ എന്തോ ഒരു കെമിസ്ട്രി അത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 4 മാസമായിട്ട് ചേച്ചിയുടെ എല്ലാ അപ്ഡേറ്റ്സും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്തോ പെറ്റ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് ഇന്നലെ രാത്രിയിൽ ചേട്ടൻ, അതായത് അമ്പുവേട്ടൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാണുന്നത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കാണുന്നത് ഇന്ന് രാവിലെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു ഞാനത് ഫുൾ ആ വീഡിയോ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പം. ചേച്ചിയുടെ 4th സ്റ്റേജിൽ നിന്നുണ്ടായിരുന്ന ചേച്ചിയുടെ ആ ഒരു ശരീരത്തിൽ നിന്ന് ക്യാൻസർ കോശങ്ങൾ, അതായത് 100-ൽ 90% ക്യാൻസർ കോശങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു. ഇനി അവിടെ ഇവിടെയും കുറച്ച്, അതും അധികം താമസിക്കാതെ തന്നെ. എന്ന് വെച്ചാൽ അമ്പുവേട്ടൻ കൊടുക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടും അതെല്ലാം പൂർണ്ണമായി മാറും എന്നൊരു 100% ഉറപ്പ് നമുക്കിപ്പം പറയാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് എന്താ പറയണ്ടേ, അത്രയ്ക്ക് കെയറാണ് അമ്പുവേട്ടൻ. എനിക്കിതിൽ ഏറ്റവും മനസ്സിൽ സന്തോഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പുവേട്ടൻ ലേഖ ചേച്ചിനെ കൊടുക്കുന്ന കെയറിങ് ആണ് കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു മരുന്ന്, ഈ ഒരു ക്യാൻസർ ആയതുകൊണ്ട് അതിൽ കഴിക്കുന്ന മരുന്നിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് വിശപ്പ്, ഇടയ്ക്ക് നല്ല വിശപ്പ് വരാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ചേച്ചിയുടെ എല്ലാ വീഡിയോസും, ചേട്ടൻ്റെ അമ്പുവേട്ടൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പം ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു ചേച്ചിക്ക്, അതായത് 2 മണി 3 മണി, രാത്രി 2 മണി 3 മണി സമയത്തൊക്കെ ചേച്ചിക്ക് നല്ല വിശപ്പ് വരാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ ചേട്ടൻ, നമ്മളെയൊക്കെ ആ ഒരു സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ ഒന്നെങ്കിൽ തിരിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും അല്ലേ. ഇവിടെ ചേച്ചി
എനിക്ക് വിശക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അമ്പുവേട്ടൻ ചാടി എഴുന്നേറ്റ് ആ വീട്ടിൽ എന്നാണോ അവിടുത്തെ ആ വീട്ടിൽ അടുക്കളയിൽ എന്നാണോ ഉള്ളത് അത് ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ മുട്ട ഓംലെറ്റ് ആയിക്കോട്ടെ ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത് ചേച്ചിനെ കഴിപ്പിച്ചിട്ടാണ് പിന്നെ ചേട്ടനും ഉറങ്ങത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് കെയറാണ് ചേട്ടൻ ആ ചേച്ചിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത് സ്നേഹം കൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ച വ്യക്തി എന്ന് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം. അമ്പുവേട്ടൻ്റെ ആ ഒരു സ്നേഹവും പരിചരണവും, അത് അമ്പുവേട്ടനെ മാത്രമല്ല അവർക്ക് 2 മക്കളുണ്ട്, ആ മക്കൾ കൊടുക്കുന്ന ആ ഒരു ധൈര്യം ആ ചേച്ചിക്ക്, അതും ഇതിലൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ആ ഒരു പരിചരണവും, ചേച്ചിയുടെ അമ്മയുണ്ട് ആ കൂടെ തന്നെ, ഇവരെല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഈ ഒരു ക്യാൻസർ എന്ന മഹാമാരിയെ തുടച്ചു നീക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ ആ വ്യക്തികളുടെയൊക്കെ കൂടെ ഇങ്ങനെ സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഷിജോയുടെ ഫ്രണ്ട് ഷിജോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അറിയാലോ. ഷിജോയുടെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഇതുപോലെ ക്യാൻസറാണ് കേട്ടോ. ബ്രസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇപ്പം അത് നട്ടലിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കീമോ എല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് അവിടെ പോയി കാണാൻ. ഇവർ ഫാമിലിപരമായിട്ട് നന്നായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, അറിയാവുന്ന ആൾക്കാരാണ്. പണ്ട് അയൽവക്കമൊക്കെ ആയിരുന്നു കേട്ടോ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ ഷിജോടൊക്കെ ചെറുപ്പത്തിലൊക്കെ അവർ അയൽവക്കമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം ഷിജോ പറഞ്ഞു നമുക്ക് പുള്ളിക്കാരനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാൻ പ്ലാൻ ഇട്ടു കേട്ടോ. അങ്ങനെ പോയി അവരുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ വല്യമ്മച്ചി സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഷിജോയുടെ ഫ്രണ്ടിൻ്റെ മമ്മി ഉണ്ടായിരുന്നു. മമ്മി കിച്ചണിലായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് കയറിയോടെ അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ മമ്മിയുടെ അടുത്ത് വർത്താനം പറഞ്ഞു. പക്ഷേ ഷിജോയുടെ ഫ്രണ്ടിൻ്റെ വൈഫിനെയും അവിടെ കണ്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളിക്കാരൻ അവിടെ ഇല്ല, പുറത്ത് പോയേക്കുവാണെന്ന്. പിന്നെ എന്ന് വിചാരിച്ചു പുള്ളിക്കാരി റൂമിലുണ്ടാവുമെന്നുള്ളൊരു ധാരണയായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ. അപ്പം ഷിജോ എന്ത് ചെയ്തു, ഫ്രണ്ടിൻ്റെ നമ്പറിലോട്ട് വിളിച്ചപ്പോഴത്തേക്കും ഈ ഫ്രണ്ടിൻ്റെ മമ്മി വന്ന് വാതിലെ മുട്ടി കേട്ടോ. അപ്പം വാതിൽ മുട്ടി തുറന്നു വന്നത് ഈ ഷിജോയുടെ ഫ്രണ്ട് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ അമ്പുവേട്ടൻ എങ്ങനെ അമ്പുവേട്ടൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ്റെ വൈഫിന് കെയറിങ് കൊടുക്കുകയാണ് കേട്ടോ. അത്രമാത്രം കെയർ കൊടുത്ത് പുള്ളിയുടെ ജോലി പോലും വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം ഭാര്യയുടെ കൂടെ ഇരുന്ന് എന്താ പറയുക, പുള്ളിക്കാർക്ക് ഇങ്ങനെ വേദന വരുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ എന്നാ പറയണ്ടേ പറ്റുന്നിടത്തോളം ചേർത്ത് പിടിച്ച് ആ ഒരു വേദന അങ്ങനെ അങ്ങ് ഇതാകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ പിന്നെ 24 മണിക്കൂറും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ചേട്ടൻ ആ ചേച്ചീനെ പരിചരിക്കുന്നത്. അപ്പം കുറച്ച് ഞങ്ങൾ പിന്നെ ഉള്ളിലോട്ട് കയറി ചെന്നു. കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചു പുള്ളിക്കാരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാത്രമായി, ബാക്കി എല്ലാവരും പുറത്തോട്ട് പോയി. അവർ പുറത്ത് ഹോളിൽ ഇത് സംസാരിച്ചു, ഞാനും പുള്ളിക്കാരി മാത്രമായി. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമായി കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡ് കാരണമാണ്. എന്നെ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി ജോലി വരെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊരു വലിയ കാര്യമല്ലേ. ഞാൻ എന്നിട്ട് ഈ ലേഖച്ചേച്ചിയുടെയും അമ്പുവേട്ടൻ്റെയും കാര്യം പറഞ്ഞു കേട്ടോ. ഇതുപോലെ തന്നെയാണ് അവരുടെ ലൈഫും. അവരിപ്പോൾ കണ്ടില്ലേ ഉഷാറായിട്ട് എഴുന്നേറ്റ് വരുന്നത്, നല്ല അടിപൊളിയായിട്ട്. ചേച്ചി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എഴുന്നേറ്റ് ഇപ്പം ഉഷാറായിട്ട് എഴുന്നേറ്റ്. അതുപോലെ പുള്ളിക്കാരി എടുത്ത് ഞാൻ പറഞ്ഞു അതുപോലെ എഴുന്നേറ്റ് വരണം എന്നൊക്കെ ഒരു ധൈര്യം ഞാനിങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പം പുള്ളിക്കാരിയുടെ മനസ്സിലും ഒരു ധൈര്യമുണ്ട്, ഞാൻ അങ്ങനെ ആയിത്തീരും, പഴയ പോലെ ആയിത്തീരും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരുണ്ട് എന്നുള്ള ചിന്ത പുള്ളിക്കാരുടെ മനസ്സിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ട്, വിളിക്കുന്ന വെച്ചാൽ അധികം സംസാരിക്കാറ്. പുള്ളിക്ക് ശ്വാസം മുട്ടിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മെസ്സേജ് അയക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചാലും പുള്ളിക്കാരി ഏതൊരു സമയത്ത് റിപ്ലൈ തരും. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ. എന്നാലും പുള്ളിക്കാരി പറഞ്ഞു വേദനയുണ്ട്, നല്ല വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എല്ലാം ശരിയാകും, എന്നാ പറഞ്ഞു മനസ്സിൽ എപ്പോഴും ധൈര്യം കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറയും കേട്ടോ. അപ്പം ഞാൻ ഈ 2 ഫാമിലിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം
ഈ രണ്ട് ഫാമിലിയും ഏകദേശം ഒരേപോലെയാണ് അല്ലേ. രണ്ട് ഫാമിലിയിലെയും ചേച്ചിമാർ, അതായത് ഈ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചേച്ചി ആയിക്കോട്ടെ, അവർ രണ്ടിൻ്റെ കെട്ടിയന്മാർ ഏകദേശം ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് കെയറാണ് അവർക്ക് കൊടുക്കുന്നത്, സ്വന്തം തൻ്റെ ബാധിക്ക് കൊടുക്കുന്ന ആ ഒരു കെയറിങ്. അങ്ങനെയൊക്കെ ആൾക്കാർ കൂടുതൽ നമ്മുടെ ലോകത്തുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഏത് രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും രോഗമായിക്കോട്ടെ, എന്തെങ്കിലും അസുഖം വരുമ്പം സ്നേഹം കൊണ്ട് അവരെ പരിചരിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ അസുഖം മാറാൻ സാധിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള തലോടലും നമ്മുടെ പരിചരണമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ കുറേ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഇട്ടിട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ. ആ ഒരു സമയത്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ, അതുമാത്രമല്ല പിന്നെ ലേഖ ചേച്ചിയുടെ കാര്യം പറയുവാണെങ്കിൽ, അവർ ഈ ചേച്ചിക്ക് ക്യാൻസറാണെന്ന് അറിയുന്നതിന് മുന്നെയൊക്കെ ആണെങ്കിലും അവർ വളരെ സന്തോഷിച്ചാണ്. ഹസ്ബൻഡിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും നല്ലൊരു അമ്മയായിരുന്നു, മക്കൾക്ക് നല്ലൊരു ഭാര്യയായിരുന്നു അമ്പുവേട്ടൻ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെയാണ് ഈ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പം ആ ഒരു സ്നേഹവും കരുതലൊക്കെ അവർ തിരിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം അത് വെറും വട്ടപൂജ്യമാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അവരെ ന്യായീകരിക്കുന്നവർ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ അടുത്താണ് കേട്ടോ ഞാൻ കൂടുതൽ പറയുന്നത്. നമ്മുടെ ജീവിതം എപ്പോൾ തീരുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല, എങ്ങനെയായി തീരുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക, പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും സഹായിച്ചും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഈ കാലത്ത് ബന്ധങ്ങൾക്ക് വില നൽകി ജീവിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അവസാനം നമ്മുടെ കൂടെയുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും, എത്രയൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചാലും ഏറ്റവും അവസാനം ഒരു ചെറിയൊരു വൈകായിക വന്നാൽ പോലും നമ്മുടെ കൂടെ നമ്മുടെ ചോര മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ സ്വന്തം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ സ്നേഹിച്ചും പെരുമാറിയും ജീവിക്കുക. അപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പം ഈ ഒരു, അതായത് ലേഖ ചേച്ചി ആൻഡ് അമ്പുവേട്ടൻ, അവരെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ കേസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരെക്കുറിച്ച് അറിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒപ്പം എന്താ പറയണ്ടേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചേച്ചി നല്ല രസമാണ് അവരുടെ വീഡിയോസൊക്കെ കാണാൻ, എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ അതുകൂടാണ്ട് ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വൈഫിനും കൂടെ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഓർക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.